നമ്മുടെ കവറിലൊക്കെ ഇപ്പൊ ഇത് ഗ്രീൻ പീസിന്റെ ഒക്കെ ഫ്രോസൺ ആയിട്ട് വെക്കുന്ന ഗ്രീൻ പീസിന്റെ ഒക്കെ കവറാണ് കേട്ടോ. അപ്പൊ ഇതിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇങ്ങനെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രോസൺ ഒക്കെ അങ്ങനെ വെക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ വേറൊരു പാത്രത്തിലാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ റബ്ബർ ബാൻഡ് ഇടണം അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് വൃത്തിയായിട്ട് പിന്നെ എടുക്കാൻ പാകത്തിൽ നമ്മൾ എങ്ങനെ വെക്കുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളിതാ ജസ്റ്റ് ഇതിനകത്ത് ജസ്റ്റ് ഒരു സ്പൂൺ ഒന്ന് ഞാൻ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നല്ല ചൂടാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒന്നുമില്ലെങ്കിൽ മെഴുകുതിരി വെച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റൗവിൽ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. ഒരു സ്പൂണല്ലേ, അപ്പൊ ആ സ്പൂണ് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതാ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതാണ്ടോ നല്ല രീതിയിൽ തന്നെ അത് അങ്ങനെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ കവറിലൊക്കെ ഇപ്പൊ ഇത് ഗ്രീൻ പീസ്